ഇടുക്കിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും മഴയിൽ വ്യാപക നാശനഷ്ടം. കുമളിയിലും പരിസര പ്രദേശങ്ങളിലുമായി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് തുറന്നുവിട്ടതോടെ തീരപ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വെള്ളാരം കുന്നിൽ മൺകൂനയിലേക്ക് സ്കൂട്ടർ ഇടിച്ചുകയറി ഒരാൾ മരിക്കുകയുമുണ്ടായി. മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചതോടെയാണ് സ്പിൽവേ ഷട്ടറുകളിലൂടെ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയത്. ഇതോടെ തീരപ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. കടച്ചിക്കാട് ആറ്റോരം, മഞ്ജുമല ആറ്റോരം, വികാസ് നഗർ, ചന്ദ്രവനം എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് വെള്ളം കയറും. പിന്നെ ഡാമിലെ വെള്ളം കയറിയാൽ എല്ലാവരുടെയും വീടുകളിലെല്ലാം വെള്ളമാ. പിന്നെ അതിന്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം മുങ്ങി എല്ലാം നശിച്ചു പോകും. സാധനങ്ങൾ കട്ടിലെല്ലാം നശിച്ചു. കട്ടിലൊക്കെ മുങ്ങി ഓരോ വീടുകളിലൊക്കെ കിടക്കുക. ഭയങ്കര നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇത് 2 മണി കഴിഞ്ഞാണ് വെള്ളം കയറാൻ തുടങ്ങിയത്. അതുവരെ വീടുകളിൽ അങ്ങനെ കയറിയിട്ടില്ലായിരുന്നു. ഇത് 35 വീടുകളോടെ ഉണ്ട് ഈ സൈഡ്. ഇനി ഇതിൽ കൂടുതൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിന്റെ അകത്ത് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എല്ലാ സാധനം അതിനകത്തിട്ട് കുറച്ചൊക്കെ ഞങ്ങൾ കരയെ കയറ്റി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അതിനകത്തോട്ട് ഇറങ്ങാനും പറ്റിയല്ല. ഇനി വെള്ളം തുറന്നു വിട്ടാൽ ഒട്ടും ഇറങ്ങാനൊക്കത്തില്ല. എല്ലാം അങ്ങനെ ഇട്ടേച്ച് കുറച്ചൊക്കെ സാധനം പറ്റുന്നൊക്കെ എടുത്തോണ്ട് ഇക്കരയിലോട്ട് വന്നിട്ടുണ്ട്. കയറ്റി വെച്ചിരിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ അതിന്റെ അകത്ത് കിടക്കുക. അതൊക്കെ നനയും. എല്ലാം കൂടുതൽ വെള്ളം വരും. വന്നു കഴിഞ്ഞാൽ അത് മുങ്ങുക തന്നെ ചെയ്യും. ഒന്നും പറഞ്ഞില്ല. അവർക്ക് പെരിയാറ്റി സൗകര്യം ഇല്ലെന്നാ പറയുന്നത്. തീരുമാനം തന്നെ റോട്ടിൽ ഇരിക്കുകയല്ല. അത് എങ്ങോട്ട് പോകാൻ നമ്മള് നോക്കിയിരിപ്പില്ലാതെ യാതൊരു രക്ഷയില്ല. പിള്ളേരൊക്കെ അവിടെ ഇവിടെയും കൊണ്ടുവിട്ടിരിക്കുക. ഇച്ചിരിച്ചുള്ള പിള്ളേരാ. അടിയന്തര സാഹചര്യമുണ്ടായാൽ പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലുള്ള ആളുകളോട് മാറി താമസിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെയുണ്ടായ ശക്തമായ മഴയിലാണ് കുമളിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടമുണ്ടായത്. വലിയകണ്ടം, അട്ടപ്പളം, കുഴിക്കണ്ടം, പെരിയാർ കോളനി, കുമളി ടൗൺ എന്നിവിടങ്ങളിൽ വെള്ളം കയറി. ഇത്രയും ഇപ്പൊ ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 1-2 വർഷമായി. പക്ഷേ ഇതുവരെയും ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. വെള്ളം കയറുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയും എത്ര ശക്തമായ മഴ വന്നിട്ടും കയറിയിട്ടില്ല. പക്ഷേ മിനിയാന്നാണ് വെള്ളം കയറാൻ തുടങ്ങിയത്. ഉരുൾപൊട്ടി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. പക്ഷേ വെള്ളം കയറുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒരു 10-10:15 മിനിയാന്ന് വെള്ളം കയറിയിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം താമസം അടുത്ത വീട്ടിലേക്ക് മാറി പോവുകയായിരുന്നു. അവരെ വന്ന് വിളിച്ചോണ്ട് പോവുകയായിരുന്നു ചെയ്തത്. രാവിലെ വന്ന് നോക്കിയപ്പോൾ ഇതിന്റെ ഈ അവസ്ഥയിലായിരുന്നു. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. പക്ഷേ ഇന്നലെ കയറില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയും വീണ്ടും 10:15 കൂടിയിട്ട് തന്നെ മഴ ശക്തമായിട്ട് പെയ്ത് വെള്ളം മിനിയാന്നേക്കാളും ഡബിളായിട്ട് വെള്ളം അകത്തോട്ട് കയറുകയായിരുന്നു. സാധനങ്ങളെല്ലാം പൂർണ്ണമായി നശിച്ചു. കുട്ടികളുടെ രണ്ട് കുട്ടികളുണ്ട്. 2 കുട്ടികളുടെ സ്കൂൾ ബാഗ് മാത്രം എടുത്ത് അലമാരയുടെ മുകളിൽ കൊണ്ട് വെച്ചതുണ്ട്. അത് മാത്രം ബാക്കിയുണ്ട്. ഇന്നും റെഡിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയും മഴ പെയ്യും എന്നാണ് പറയുന്നത്. ദേശീയപാതയിലും 1-ാം മൈൽ 10 റോഡിലും പലയിടങ്ങളിൽ മണ്ണിടിഞ്ഞു. കനത്ത മഴയിൽ റോഡിലേക്ക് വീണ മൺകൂനിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി വെള്ളാരംകുന്ന് സ്വദേശി തങ്കച്ചൻ മരിച്ചു. ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നതിനാൽ സാഹസിക ജലവിനോദങ്ങൾക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനം, ഇടുക്കി.